നമ്മൾ അടുത്ത സെക്ഷനായിട്ട് കൈകാര്യം ചെയ്യുന്നത് പി എൽ സിയുടെ സോഫ്റ്റ്വെയർ സെക്ഷനാണ്. അതായത് പി എൽ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പി എൽ സി പ്രോഗ്രാമിങ്ങിൽ നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ലാഡർ പ്രോഗ്രാമിംഗ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതും എന്തുതന്നെയാണ്, ലാഡർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ലാഡർ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, എന്താണ് അതിൽ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ഈ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ലാഡർ ലോജിക് അല്ലെങ്കിൽ ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് ലാഡർ ലോജിക് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രോഗ്രാം എ പി എൽ സി എന്നാണ് പറയുന്നത്. അതായത് ഒരു പി എൽ സിനെ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലാഡർ ലോജിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ പി എൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് which expresses logical operation with a symbolic notation using ladder diagrams, much like the rails and racks traditional relay logic circuit. അതായത് നമ്മളൊരു ട്രഡീഷണൽ റിലേ ലോജിക്കിൻ്റെ പോലെയുള്ള, അതായത് ഒരു എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ്, ലോജിക്ക് വെച്ചിട്ട്, അതായത് സിംബോളിക് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് എന്ന് നമുക്ക്, അതായത് ഇപ്പോൾ നോർമലി ക്ലോസ്ഡ് സ്വിച്ച്, നോർമലി ഓപ്പൺ സ്വിച്ചിൻ്റെയൊക്കെ സിംബോളിക് നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യണത് ലാഡർ ഡയഗ്രത്തിൽ റെയിലുകളൊക്കെ വെച്ചിട്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എൻജിനീയേഴ്സ് ആൻഡ് ഇലക്ട്രീഷ്യൻസ് ടു എക്സിക്യൂട്ട് ലോജിക്കൽ, സീക്വൻഷ്യൽ, കൗണ്ടിങ്, ടൈമിംഗ് ആൻഡ് അരിതമെറ്റിക് ടാസ്ക് ഇൻ ഓർഡർ ടു ക്യാരി ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അപ്ലിക്കേഷൻ. അതായത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അപ്ലിക്കേഷനിൽ എൻജിനീയേഴ്സും ഇലക്ട്രീഷ്യൻസും ഒക്കെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ്, അതായത് അരിതമെറ്റിക്കലാവാം, ലോജിക്കലാവാം, സീക്വൻഷ്യലാവാം, കൗണ്ടിങ്, ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടാസ്കുകളെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിംബോളിക് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാഡർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നതാണിത്. അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാവും. അതിന് പറയുന്ന പേര് റെയിലുകൾ എന്നാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റങ്കുകൾ എന്ന്, RUNG, റങ്ക്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലാണ്, ഈ ഓരോ അഡ്രസ്സിൻ്റെ ഉള്ളിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും കൊടുക്കുന്നത്. അതിന് ഓരോ അഡ്രസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അത് നോർമലി ക്ലോസ്ഡ് ഉണ്ടാവും, നോർമലി ഓപ്പൺ ഉണ്ടാവും, ടൈമർ വെച്ചിട്ടുള്ളതുണ്ടാവും, കൗണ്ടറുകൾ വെച്ചിട്ടുള്ളതുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള എക്സിക്യൂഷൻസ്, കമാൻഡ്സിൻ്റെ എക്സിക്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പിലുള്ള എന്തുണ്ടാവും, ഇൻസ്ട്രക്ഷൻസും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ പി എൽ സി പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം നമുക്കൊന്നും കൂടി ഈ ഫിഗറിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അതായത് റെയിൽസ് എന്ന് പറഞ്ഞാൽ there are 2 rails in a ladder diagram which is drawn as vertical lines running down far from most ends of the page. If they were the relay logic circuit, they would represent the active 0 voltage connection to the power supply where the power flow goes from the left hand side to the right hand side. അതായത് നമ്മൾ പവർ ലൈൻസ് ആയിട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ടാവും, ലൈൻസ് ഉണ്ടാവും. അതായത് പവർ ഫ്ലോ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അതായത് നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ ആ റങ്ക് എന്ന് പറയുന്നത് അതിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളതൊക്കെ ക്ലോസ് ആണ്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, റിസൾട്ട് കിട്ടും. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ റങ്കുകൾ എന്ന് പറഞ്ഞാൽ ദ റങ്സ് ആർ ഡ്രോൺ ആസ് ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് കണക്ട് ദ റെയിൽസ് ടു ദ ലോജിക്കൽ എക്സ്പ്രഷൻ. 2 റെയിലിനെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്
റങ്ക് എന്ന് പറയുന്നത്. ഇഫ് ദേ വർ റിലേ ലോജിക് സർക്യൂട്ട് ദേ വുഡ് റെപ്രസെൻറ്റ് ദ വയേഴ്സ് ആൻഡ് കണക്ട് പവർ സപ്ലൈ ടു ദ സ്വിച്ചിങ് ആൻഡ് റിലേ കോമ്പോണൻസ്. അതായത് നോർമൽ റിലേ ഓപ്പറേഷൻസിൽ ആണെങ്കിൽ നമ്മൾ കണക്റ്റിംഗ് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് 2 സ്വിച്ചുകൾ കണക്ട് ചെയ്യണം, മോട്ടോർ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കണക്റ്റിംഗ് വയേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് സാധാ റിലേ ടൈപ്പിൽ നമ്മൾ വയറുകളായിട്ട് യൂസ് ചെയ്യുന്ന സാധനത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ദ ഇൻപുട്സ് ആർ എക്സ്റ്റേണൽ കൺട്രോൾ ആക്ഷൻസ് സച്ച് ആസ് പുഷ് ബട്ടൺ ബീങ് പ്രസ്ഡ് ഓർ ലിമിറ്റ് സ്വിച്ച് ബീങ് ട്രിഗേർഡ്. ദ ഇൻപുട്സ് ആർ ആക്ച്വലി ഹാർഡ്വയർഡ് to the PLC terminals and represented by in the ladder diagram normally open or normally closed contact symbol. അതായത് നോർമലി ക്ലോസ്ഡോ അല്ലെങ്കിൽ നോർമലി ഓപ്പണോ ആയിട്ടുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് മിക്കവാറും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ റിംഗ് ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ നോർമലി ഓപ്പൺ ആയിട്ട് നോർമലി ക്ലോസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിലും നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് ആ സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കും. അപ്പോൾ അതുവഴിയാണ് PLC എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് എന്ന് പറയും. ദ ഔട്ട്പുട്ട്സ് ആർ എക്സ്റ്റേണൽ ഡിവൈസസ് ദാറ്റ് ബീയിങ് ആർ ടേൺഡ് ആൻഡ് ഓഫ് ആൻഡ് ഓൺ സച്ച് ആസ് ഇലക്ട്രിക്കൽ മോട്ടോർ ഓർ സോളിനോയിഡ് വാൽവ്. ദ ഔട്ട്പുട്ട്സ് ആർ ഹാർഡ്വയർഡ് ടു ദ PLC ടെർമിനൽസ് ആൻഡ് ആർ റെപ്രസെൻറ്റഡ് ലാഡർ ഡയഗ്രാം ബൈ റിലേ കോയിൽ സിമ്പൽ. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സിമ്പൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അത് ആ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ സിമ്പലുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതും എന്താണ്, നമ്മൾ പ്രോഗ്രാമിക്കലായിട്ട് ചെയ്യുമ്പോൾ സിംബോളിക് ആയിട്ട് കാണിക്കും. പിന്നെ നമ്മൾ എന്താണ് അത് ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഹാർഡ്വെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുകയും ചെയ്യണം. കാരണം മോട്ടറാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ മോട്ടർ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഓപ്പറേഷൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞത് ഏതിലായിരിക്കും, ഈ സിംബോളിക് എക്സ്പ്രഷൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതുപോലെ തന്നെ ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ദ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ടു കോമ്പിനേഷൻ വിത്ത് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ടു ഫോർമുലാസ് ഡിസൈഡ് കൺട്രോൾ ഓപ്ഷൻ. അതായത് ഇപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 സിസ്റ്റത്തിന് ആൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഓർ ചെയ്യണം അല്ലെങ്കിൽ ടൈമറുകളോ ഇതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ ലോജിക്കൽ എക്സ്പ്രഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പിന്നെ ഈ ഇൻപുട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻപുട്ടും ഔട്ട്പുട്ടും അല്ലാതെ എക്സ്ട്രാ നമ്മൾ ലോജിക്കലായിട്ട് സെപ്പറേറ്റ് ബോക്സുകളായിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും. അതുപോലെ അഡ്രസ് നൊട്ടേഷൻ ആൻഡ് ടാഗ് നെയിംസ്. ദ അഡ്രസ് നൊട്ടേഷൻ ഡിസ്ക്രൈബ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ലോജിക് എക്സ്പ്രഷൻ മെമ്മറി അഡ്രസ്സിംഗ് സ്ട്രക്ചർ ഓഫ് ദ PLC ആൻഡ് ടാഗ് നെയിംസ് ആർ ദ ഡിസ്ക്രിപ്ഷൻ അലോട്ടഡ് ടു ദ അഡ്രസ്. അതായത് നമ്മൾ ഓരോ ഇൻപുട്ടും, അതായത് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും നമ്മൾ ബൈനറി കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഒന്നുകിൽ നോർമലി ക്ലോസ്ഡ് അല്ലെങ്കിൽ നോർമലി ഓപ്പൺ ആണ്. അപ്പോൾ ഓരോ ഇൻപുട്ടും എല്ലാത്തിനും ഹൈ ആൻഡ് ലോ ആയിരിക്കും, 2 കണ്ടീഷനാണുള്ളത്. അപ്പോൾ ഓരോ ഇൻപുട്ടുകളും ഓരോ ഇതാവും. അപ്പോൾ അതിന് ഓരോ പേരുകൾ കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ സ്വിച്ചിന് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്വിച്ചിന് 2 എന്ന് കൊടുക്കേണ്ടി വരും, മൂന്നാമത്തെ സ്വിച്ചിന് 3 കൊടുക്കേണ്ടി വരും, നാലാമത്തെ സ്വിച്ചിന് 4 അങ്ങനെ കൊടുക്കണം. ചിലപ്പോൾ എല്ലാം നോർമലി ഓപ്പൺ ആവും, ചിലപ്പോൾ ചിലത് നോർമലി ഓപ്പൺ ആവും, ചിലത് നോർമലി ക്ലോസ്ഡ് ആവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടാഗിങ്ങും നെയിമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്തിൽ, നമ്മളെ PLC പ്രോഗ്രാമിൽ. അതുപോലെ കമൻസ്. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ കമൻസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലാഡർ ഡയഗ്രാം. കമൻസ് ആർ ഡിസ്പ്ലേഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഈച്ച് റിംഗ്. അണ്ടർസ്റ്റാൻഡിങ് ദ ലാഡർ ഡയഗ്രാം ഇറ്റ് മേഡ് ലോസ് ഈസിയർ ടു ബൈ യൂസിങ് കമൻസ്. അതായത് കമൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും, കമൻസ് യൂസ് ചെയ്യും. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ നമുക്ക് എന്ത് ഉപകരിക്കും എന്ന് പറയുന്നത്, കമൻസ് യൂസ് ചെയ്യുന്നത് ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലാഡർ ലോജിക്കിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന്. മൈക്രോ പ്രോസസ്സർ ലൈക്ക് വൺസ് ഫൗണ്ടർ PLC ആൻഡ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റ് ഓൺ ദ ബൈനറി കൺസെപ്റ്റ്. അതായത് ബൈനറി കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, PLC ആയാലും മൈക്രോ കൺട്രോളുകളായാലും എല്ലാതും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. You have probably heard from the binary. It refers to the principle that things are thought in the one of 2 states. That state can be defined as, അതായത് 2 സ്റ്റേറ്റുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനറിയിൽ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും എന്താണ് ബൈനറി, അല്ലെങ്കിൽ ബൈനറിനെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബൈനറി 2 രീതിയിൽ, അതായത് 0
1 രണ്ട് സംഖ്യകൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രൂ ഫാൾസ് 1 ആയ ട്രൂ, അല്ലെങ്കിൽ ഓൺ ഓഫ് 1 ആയ ഓണ് 0 ആയ ഓഫ്, അല്ലെങ്കിൽ ഹൈ ലോ 1 ആയ ഹൈ അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ യെസ് ഓർ നോ. ഏതാണ്? 1 ആയാൽ യെസ്, അല്ലെങ്കിൽ പിന്നെ 0 ആയാൽ 1. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നോക്കാം. അതായത് നമ്മൾ കമൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തത് എന്താണ്, റെയില് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്ത് ചെയ്യാണ് ഓരോന്ന് കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റൈല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റങ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റങ്ക് എന്ന് പറയുന്നത്. അതുപോലെ നെയിം അഡ്രസ്സ് കൊടുത്തിട്ട് ഇവിടെ എന്ത് അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. അത് കൊടുത്തിട്ട് ഇത് ഇൻപുട്ടാണ്, ഇത് ഇൻപുട്ടാണ്, ഇതും അതുപോലെ തന്നെ ഇതും ഇൻപുട്ടാണ്, ഇതും ഇൻപുട്ടാണ്, ഇതും ഇൻപുട്ടാണ്, ഇതും ഇൻപുട്ടാണ്. ഇതിന് 1 കൊടുക്കുകയാണെങ്കിൽ ഇതിന് 2 കൊടുക്കേണ്ടി വരും. ഇതിന് 1 കൊടുക്കുകയാണെങ്കിൽ ഇതിന് 2 കൊടുക്കേണ്ടി വരും. ഇതിന് 3 കൊടുക്കേണ്ടി വരും. ഇതിന് 4 കൊടുക്കേണ്ടി വരും. ഇതിന് 5 കൊടുക്കേണ്ടി വരും. ഇതിന് 6 കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് 1 കൊടുക്കുമ്പോൾ ഇതിനും അതുപോലെ 1 കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ഓപ്പറേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, സംഭവിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ് അല്ല ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇൻപുട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്നത് എന്താ വെച്ചാൽ, എക്സ്ട്രാ ഇത് വരികയാണെങ്കിൽ എക്സ്ട്രാ ബോക്സിൽ നമ്മളിവിടെ കൊടുക്കും, സെപ്പറേറ്റ് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ മൂന്നാമതും നാലാമതായിട്ട് പറഞ്ഞ കാര്യം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബേസിക് സ്ട്രക്ചർ എന്തിൻ്റെ, നമ്മുടെ PLC പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. എന്താണ്, 2 ഓപ്പൺ സ്വിച്ചുകൾ, അതായത് ഇപ്പോൾ ഒന്നാമത്തെ റങ്ക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. 2 നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ് അല്ലേ. 2 സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെ കൊടുക്കുമ്പോൾ ഇത് 0യും ഇത് 0യും ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 0, അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക, 0 ആയിരിക്കും കിട്ടുക അല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്വിച്ച് ക്ലോസ് ആയാൽ എന്താ സംഭവിക്കുക, 1 0. അപ്പോഴും എന്താണ്, ഇവിടെ നിന്നുള്ള പവർ ഫ്ലോ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ രണ്ടും ക്ലോസ് ആയെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ 1ഉം 0 ആയാലും ഇവിടെ ഓപ്പണായ, രണ്ടാമത്തത് ഇവിടെ ഓപ്പണായ സ്ഥിതിക്ക് എന്താവും, 0. ഇനി ഇത് ഓപ്പൺ ആക്കി, ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇത് ക്ലോസ് ആക്കിയാൽ എന്താ സംഭവിക്കുക, രണ്ടാമത്തെ ഈ കാണുന്ന ഇതെന്തായി ഓപ്പൺ, ഇത് ക്ലോസ് ആക്കി. അപ്പോൾ എന്താണ് 0 1, അപ്പോഴും എന്താണ് 0 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇനി രണ്ടും ക്ലോസ് ആക്കി, ഒന്നാമത്തും ക്ലോസ് ആക്കി രണ്ടാമത്തും ക്ലോസ് ആക്കി 1, അപ്പോൾ എന്താ നമുക്ക് കിട്ടി 1 1, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക 1 എന്ന് കിട്ടും. ഇത് ശരിക്കും എന്ത് ഓപ്പറേഷനാണ്, ആൻഡ് ഓപ്പറേഷൻ അല്ലേ. 2 ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്താൽ എന്താണ്, ലോജിക്കൽ ഗേറ്റ് ആൻഡിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് വെറുതെ നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ട് തന്ന ഒരു ഇതിനെ വെച്ച് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ലോജിക്കൽ ഓപ്പറേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും സിമ്പിളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാഡർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് അതിൻ്റെ അഡ്രസ്സിങ് എന്നാണ് നോക്കുന്നത്. അതായത് നെയിമിങ്, എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുക. During the development of a PLC program, we must use specific names, identify the inputs and outputs, memory flags, timers, counters. PLC manufacturers use variety approaches in the naming inputs and outputs other resources. The typical naming converts identify inputs on the letter I and outputs with the letter O. 1-digit number that indicates the slot number, 2-digit number that identifies the position of the input and output of slot. അതായത് നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെയിമിംഗ് ആണ്. നെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ മാനുഫാക്ചറർ ഒരു ഇപ്പോൾ പലതരത്തിലുള്ള PLC കിറ്റുകളുണ്ട്. അലൻ ബ്രാഡ്ലി കിറ്റുകളുണ്ടാവും, വേറെ പല ആൾക്കാരും കണ്ടെത്തിയ പല PLCകളും ഉണ്ടാവും. ഓരോ PLCയിലും ഓരോ തരം നെയിമിംഗ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻപുട്ടിന് I എന്ന് പറഞ്ഞ ഒരു ലെറ്ററും, അതുപോലെ ഔട്ട്പുട്ടിന് O എന്ന് പറഞ്ഞ ലെറ്ററുമാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 0 I 1 എന്നോ 2 എന്നോ 3 എന്നോ ഒക്കെ ഒരു 1 ഡിജിറ്റ് നമ്പർ
സെലക്ട് ചെയ്യും. അതെന്താണ്, ആ സ്ലോട്ട് എത്രാമത്തെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 or 2 ഒക്കെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ, ഒരു കോളൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം 2 നമ്പർ നമ്മൾ എഴുതും. ചിലപ്പോൾ I1,00 അല്ലെങ്കിൽ 01 എന്ന് തുടങ്ങുമ്പോൾ അതിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ 00 യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് I100 റിവേഴ്സ് ദ ഫസ്റ്റ് ഇൻപുട്ട് ഓഫ് സ്ലോട്ട് 1. അപ്പോൾ സ്ലോട്ട് 1 എന്ന് പറഞ്ഞാൽ 00 എന്നെ നമ്മളെന്താണ് ഒന്നാമത്തെ സ്ലോട്ടായി എടുത്തു. O2:00 എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഫസ്റ്റ് ഔട്ട്പുട്ട് ഓഫ് സ്ലോട്ട് 2. രണ്ടാമത്തെ സ്ലോട്ടിലെ ഫസ്റ്റ് ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 00 ഫസ്റ്റ് സ്ലോട്ടിലാണ് അല്ലേ, സ്ലോട്ട് 2ലാണ് എന്ന് മനസ്സിലാക്കാം. സ്ലോട്ട് 1 ഫസ്റ്റ് ഇൻപുട്ടാണ്. ഫസ്റ്റ് ഇൻപുട്ട് പറഞ്ഞാൽ 00 സ്ലോട്ട് 1. ഇനി സ്ലോട്ട് 2 എന്ന് പറഞ്ഞാൽ O2 എന്ന് പറഞ്ഞാൽ അത് I200 എന്ന് പറഞ്ഞാൽ സ്ലോട്ട് 2ലെ ഫസ്റ്റ് ഇൻപുട്ട് എന്നാണ് വരിക. ഓക്കെ, അതാണ് നെയിമിംഗ് എന്ന് പറയുന്നത്. ഇനി സം മാനുഫാക്ചേഴ്സ് ആർ ദ ഔട്ട്പുട്ട് സ്റ്റാർട്ടിങ് ഫ്രം 00, അതർ ഈസ് 01, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഖ്യയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചില ആൾക്കാർ 00 ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, ചില മാനുഫാക്ചേഴ്സ് 01 യൂസ് ചെയ്യും, ചില ആൾക്കാർ 100 യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ 00 യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ 500 യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലും പല സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ മാറ്റം വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഡയഗ്രാം നോക്കാം. ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, I100. രണ്ടാമത്തെ ഇൻപുട്ടിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ I102. ഒന്നാമത്തെ റാങ്കിൽ രണ്ടാമത്തെ ഔട്ട്പുട്ട്. അടുത്തത് I104. ഓക്കെ, ഒന്നാമത്തെ റാങ്കിൽ തന്നെ നാലാമത്തെ. അപ്പോൾ 3 എവിടെ നമ്മൾ ഇല്ല, അപ്പോൾ 3 എവിടെയാണ്, അതിൻ്റെ തൊട്ടടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 3, I103. ഇനി നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ I0 വെച്ച് തുടങ്ങാം. I0 വെച്ചിട്ട് തുടങ്ങിയതിനും കുഴപ്പമില്ല, അപ്പോൾ അത് ഒന്നാമത്തായിട്ട് കാണും. I1നെ രണ്ടാമത്തേതായിട്ട് കാണും. ഇനി I100 എന്നുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ രീതിയിൽ I100 എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോളിട്ടിട്ട്, അല്ലെങ്കിൽ I10 എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ I000 എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 0 എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല മാനുഫാക്ചേഴ്സും പല പോലെയാണ് എന്തിൻ്റെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ O100 ഇവിടെ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ട്, അതായത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്, ആ ഔട്ട്പുട്ടിനെ O100 എന്നാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് 1 ആയാൽ ഇതിൻ്റെ ഓപ്പറേഷൻ ഇതിനനുസരിച്ചാവും നടക്കുക. രണ്ടിനും ഒരേ അഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ട്. O100 ഇവിടെയും O100 ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് അല്ലേ. സെയിം ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ 1 ആയാൽ ഇവിടെയും എന്താവും, 1 ആവും. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ശരിക്കും നോർമലി ക്ലോസ്ഡ് ആണ്. 1 ആയാൽ അത് എക്സിക്യൂട്ട് ചെയ്യും, അപ്പോൾ അതെന്താവും, 0 ആവും. ഇവിടെ എക്സിക്യൂട്ട് ചെയ്താൽ ഇത് നോർമലി ഓപ്പൺ ആണ്, അത് ക്ലോസ് ആവും. ഇവിടെ ആണെങ്കിൽ നോർമലി ക്ലോസ് ആണ്, അതെന്താവും, ഓപ്പൺ ആവും. ഇവിടെ നോർമലി ക്ലോസ് ആണ്, ഇത് 1 ആയാൽ ഇത് നോർമലി ഓപ്പൺ ആവും. ഇവിടെ നോർമലി ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആയാൽ നോർമലി ക്ലോസ്ഡ് ആവും. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ റങ്കിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സെൽഫ് ഡോക്യുമെൻറ്റിങ് ആൻഡ് ഇൻഡ്യൂറ്റീവാണ്. എന്ത് സെൽഫ് ഡോക്യുമെൻറ്റിങ് ആൻഡ് ഇൻഡ്യൂറ്റീവാണ് എന്തെന്ന് പറയുന്നത്, PLC എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, have in mind that ladder diagram contains a proper and high-end graphical representation which entire based on the circuit design concept that most engineers understand. അതായത് സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആവുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയുന്നതിനാണ്, അത് ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് ആർക്കും എന്ത് ചെയ്യും, മനസ്സിലാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, PLC പ്രോഗ്രാമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിങ് മാറിയല്ല, വളരെ പെട്ടെന്ന് PLC പ്രോഗ്രാമിങ് എല്ലാവർക്കും, ഏത് എഞ്ചിനീയേഴ്സിനാണെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ആവും. അതുപോലെ ഡീബഗ്ഗിങ് ടൂൾസ് എന്ന് പറയുന്നത് വളരെ മോസ്റ്റ് മോഡേൺ ഡീബഗ്ഗിങ് ടൂൾസാണ് എന്ത് ചെയ്യുന്നത്, ലാഡർ ഡയഗ്രത്തിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ അക്യുറേറ്റ് ആയിരിക്കും വർക്കുകളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ എഫിഷ്യൻറ്റ് റെപ്രസെൻറ്റേഷൻ, ലാഡർ ലോജിക് വിച്ച് ഡിസൈൻ ദ കംപ്ലീറ്റ്ലി മിറേഴ്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള സ്വിച്ചുകളുടെയൊക്കെ അതേ മിറർ വർക്കുകൾ തന്നെയാണ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ക്ലോസ്ഡ് സ്വിച്ച് ആയാലും ഓപ്പൺ സ്വിച്ച് ആയാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തിൻ്റെ കാര്യമില്ല,
വലിയ പ്രശ്നത്തിൻ്റെ കാര്യമൊന്നും എന്തില്ല ഇല്ല. റെപ്രസെൻറ്റേഷൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം ഇലക്ട്രിക്കലിലുള്ള അതേ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് എന്തിലും വരുന്നത്, PLCയിലും വരുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റൈറ്റ് ലൂപ്സ് ഇൻ ദ ലാഡർ ആസ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആർ സോ ലിമിറ്റഡ് ദാറ്റ് യു നീഡ് റൈറ്റ് യുവർ കോഡ് യൂസിങ് സോ മെനി ഇൻസ്ട്രക്ഷൻസ്. അതായത് കുറേ ലൂപ്പുകളുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്ക് ഈ പിന്നെ ലാഡർ ഡയഗ്രാം എന്ത് ചെയ്യാനും വരയ്ക്കാനും റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വരച്ചുണ്ടാക്കാം. പക്ഷെ വലിയ ഫംഗ്ഷൻസ് ആകുമ്പോൾ ഈ നോർമലി ഓപ്പൺ നോർമലി ക്ലോസ്ഡ് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ടേക്സ് ലോട്ട് ഓഫ് സ്പേസ് ഇൻ ദ സിംഗിൾ സബ് റൂട്ടീൻ ഇഫ് ഇറ്റ് ഈസ് എ ലാർജ് പ്രോഗ്രാം. അതായത് ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ ഒരു ചെറിയ സബ് റൂട്ടീൻ തന്നെ കുറേ സ്പേസ് എടുക്കും. അപ്പോൾ ലോട്ട് ഓഫ് സ്പേസ് ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് വേണ്ടി വരും, ആവശ്യം വരും. അത് കൺസിഡർ ടു അതർ ലാംഗ്വേജസ് ലാഡർ ലാംഗ്വേജസ് PLC സ്കാൻ ടൈം വിൽ മോർ. അതായത് PLCൻ്റെ സ്കാൻ ടൈമിങ് മോറാണ്. അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കാനൊക്കെ എന്താണ് പ്രശ്നമായിട്ട് ഭവിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് ലാഡർ പ്രോഗ്രാമിംഗ് എന്താണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസും ഒരു 3-4 എന്താണ് അത് ഉപയോഗിച്ചിട്ട് ഈ ലാഡർ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമുക്ക് PLC ഓപ്പറേഷനാണ് നെക്സ്റ്റ് എന്ത് ചെയ്യാനുള്ളത്. ഓക്കെ.